Okay. But a gas of 4 kilogram is contained within a piston cylinder machine. Undergoes a process for which PV raised to 1.5 is equal to constant. The initial pressure is 3 bar and initial volume is 0.1 meter cube and the final volume is 0.2 meter cube. The specific internal energy of the gas decreases by 4.6 kilojoule per kilogram. There is no significant change in kinetic energy and potential energy. Determine the net heat transfer. ഇതാണ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായോ? തന്നിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ആദ്യമേ എടുത്ത് എഴുതാം. മാസ് എത്രയാ? മാസ് ഫ്ലോ റേറ്റ് ആണോ തന്നേക്കുന്ന മാസ് ആണോ തന്നേക്കുന്നത്? ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇത് ഫസ്റ്റ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തൊരു ഫ്ലോ പ്രോസസ് ആണോ എന്നാ. ഫ്ലോ പ്രോസസ് ആണോ? അല്ല, ഫ്ലോ പ്രോസസ് അല്ല. അപ്പം നമ്മുടെ ഫ്ലോ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ ഒന്നും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഫ്ലോ പ്രോസസ് ആണോ ഇത്? ഒരു പിസ്റ്റണിനകത്ത് ഒരു ഗ്യാസ് ഉണ്ട്, ഗ്യാസിനെ കംപ്രസ് ചെയ്ത് ഫ്ലോ പ്രോസസ് ആണോ? ഒരു ഇൻലെറ്റ് ഉണ്ടോ, ഒരു ഔട്ട്ലെറ്റ് ഉണ്ടോ ഇവിടെ? ഇങ്ങനെയൊക്കെ ഉണ്ടോ? ദിസ് ഈസ് നോട്ട് എ ഫ്ലോ പ്രോസസ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റഡി ഫ്ലോഡ് ഇക്വേഷൻസ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പിന്നെ ഏത് ഇക്വേഷൻ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്? നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയതല്ലോ തന്നിരിക്കുന്ന കാര്യങ്ങളെ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രൊസീജിയർ, നമ്മൾ പ്രോബ്ലം വായിക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാവത്തില്ല. നമ്മളിപ്പം രണ്ട് കോൺസെപ്റ്റ് കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ നമ്മൾ തെർമോഡൈനാമിക്സ് മൊത്തം പഠിച്ചു കഴിയുമ്പോഴത്തേന് നമ്മുടെ തലയിൽ കുറേ പ്രിൻസിപ്പിൾസ് കാണും. മനസ്സിലായില്ലേ? ഫസ്റ്റിലോ, സീറോത്തിലോ, സെക്കൻഡിലോ, സ്റ്റഡി ഫ്ലോ, നോൺ സ്റ്റഡി ഫ്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ കിടക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ പ്രോബ്ലം കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ പറ്റും. പക്ഷേ ഇത് ഏത് ലോ അപ്ലൈ ചെയ്യേണ്ടത്? ഫസ്റ്റ് ലോ ആണോ, അത് സീറോ ലോ ആണോ, അതോ സ്റ്റഡി ഫ്ലോ ആണോ, അതോ സെക്കൻഡ് ലോ ആണോ, അങ്ങനെ അതോ ക്ലോഷ്യസ് ലോ ആണോ, അത് ഏത് ലോ അപ്ലൈ ചെയ്യേണ്ടത്? ഭയങ്കര കൺഫ്യൂഷൻ വരും. മനസ്സിലായില്ലേ? അപ്പോൾ കൺഫ്യൂഷൻ വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മനസ്സിലായില്ലേ? ഇപ്പം നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല. കാരണം എന്താ? ഈ ഒരു സ്റ്റേജിൽ കൺഫ്യൂഷൻ വരാൻ വേണ്ടിയിട്ടൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ തെർമോഡൈനാമിക്സ് മൊത്തം പഠിച്ചു കഴിയുമ്പോൾ ഈ ഒരു പ്രോബ്ലം തന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. പക്ഷേ ഇത് എങ്ങനെ ചെയ്യുന്നത്, ഏത് ലോ അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ അതുകൊണ്ട് ഏത് പ്രോബ്ലം തന്നാലും അത് സിമ്പിളായിക്കോട്ടെ ടഫ് ആയിക്കോട്ടെ, നമ്മൾ അതിൻ്റെ തന്നിരിക്കുന്ന ഡേറ്റ എടുത്ത് എഴുതിയിട്ട് ആ ഡേറ്റ വെച്ചിട്ട് നമ്മൾ ആലോചിക്കണം ഇത് ഏതിൻ്റെ കറസ്പോണ്ടിങ് ഡേറ്റയാണ്. നമ്മൾ അങ്ങനെ ആലോചിക്കുക മാത്രമേ നമുക്കിത് കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? അല്ലാതെ ചുമ്മാതെ നമ്മൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ എഫ്എമ്മിനകത്തെ ക്വസ്റ്റ്യൻസോ ഒക്കെ നമുക്കൊരു മെത്തേഡ് ഉണ്ട്. ആ ഒരു പ്രോബ്ലംസ് ആ മെത്തേഡിലൂടെ മാത്രമാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ മെത്തേഡ്സ് ഒന്നും പറഞ്ഞു തന്നില്ല. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ വെച്ചിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം നോക്കിയേ, ഇവിടെ മാസ് എത്ര വന്നേക്കുന്നത്? പറഞ്ഞ് 4 കിലോഗ്രാം ആണോ? പിന്നെ എന്ത് പ്രോസസ്സാണ്? PV raised to 1.5 is equal to കോൺസ്റ്റൻറ്റ് ആണല്ലോ. P1 എത്ര? P1 എത്ര? കേൾക്കുന്നുണ്ടോ? 3 bar. P1 3 ബാർ. P2 തന്നിട്ടുണ്ടോ? ഇല്ല. ഇനി അടുത്ത എന്തുവാ തന്നിട്ടുള്ളത്? V1 എത്ര? V1 വെലോസിറ്റി അല്ല, വോളിയം. 0.1 മീറ്റർ ക്യൂബ്. V2 എത്ര? 0.2. ഓക്കെ. ഇനി എന്താ വന്നേക്കുന്നത്? പറഞ്ഞ Specific internal energy. അത് സ്പെസിഫിക് ഇന്റേണൽ എനർജി
ഡിക്രീസസ് ബൈ 4.6 കിലോ ജൂൾ പെർ കിലോഗ്രാം ആണോ? അപ്പോൾ സ്പെസിഫിക് ഇൻ്റേണൽ, അപ്പോൾ ഇവിടെ U1 ഉണ്ട്, U2 ഉണ്ട്. അപ്പോൾ നമുക്ക് സ്പെസിഫിക് ഇൻ്റേണൽ ഡിക്രീസ് ചെയ്യുന്ന വെച്ചാൽ എന്താ? നമുക്ക് എങ്ങനെ എഴുതാം? U1 is equal to U2 plus 4.6 കിലോ ജൂൾ പെർ കിലോഗ്രാം എഴുതാവോ? U1ൻ്റെ വാല്യൂവിനെ കാട്ടിലും എത്ര കുറഞ്ഞു? U1 is equal to U2ൻ്റെ കൂടെ എന്തും കൂടെ കൂട്ടേണ്ടി വരും? 4.6 കിലോ ജൂൾ പെർ കിലോഗ്രാം എഴുതാവോ? അപ്പോൾ U1 മൈനസ് U2 is equal to എന്താണ്? 4.6 കിലോ ജൂൾ പെർ കിലോഗ്രാം എഴുതാവോ? നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ പറ്റുമെന്ന് പറയാം. കാരണം ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ട് ലാസ്റ്റ് ഇത് മനസ്സിലായില്ലെന്ന് പറയാതിരിക്കാൻ വേണ്ടി ഞാനിത് പിന്നെ ചോദിക്കുന്നത്. ഇങ്ങനെ എഴുതാവോ? ഓക്കെ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് there is no significant change in kinetic energy. കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്തുവാ? അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നത് യൂണിറ്റ് മാസിൻ്റെ അല്ലേ? അപ്പോൾ ഹാഫ് V² അല്ലേ? അപ്പോൾ ഈ V1² by 2 മൈനസ് V2² by 2 ഈസിക്കൽ ടു എന്ത് വരും? V1² by 2 മൈനസ് V2² by 2 എന്ത് വരും? അല്ലെ അത് വേണ്ട, ആ ടൈപ്പ്. അപ്പം നമുക്ക് ചേഞ്ച് ഇങ്ങനെ ചെയ്താൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഈസിക്കൽ ടു 0, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഈസിക്കൽ ടു 0. ഇങ്ങനെ എഴുതിയാൽ മതി. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 0, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി 0. എഴുതാമല്ലോ ഇങ്ങനെ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ഡിറ്റർമൈൻ ദി, നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട് പറ? നമുക്ക് എന്തോ കണ്ടുപിടിക്കണ്ടേ? ഡിറ്റർമൈൻ നെറ്റ് ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പം നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് എന്താണ്? അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ത് പറയാം? Q ഈസ് ഈക്വൽ ടു എന്താണ്? Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡബ്ല്യു. ഡെൽറ്റയുടെ വാല്യൂ എനിക്ക് അറിയാമോ? ഡെൽറ്റയുടെ വാല്യൂ എനിക്കറിയോ? അറിയോ? ഡെൽറ്റ യു എന്ന് വെച്ചാൽ എന്താ? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി അല്ലേ? നമുക്കെന്തോ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഈ W കണ്ടുപിടിക്കാൻ വല്ല മാർഗമുണ്ടോ? കഴിഞ്ഞ ദിവസം ചെയ്ത ക്വസ്റ്റ്യനകത്ത് PV n is equal to കോൺസ്റ്റന്റിനകത്ത് W കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞിരുന്നു. എന്തുവായിരുന്നു? PV n equal to കോൺസ്റ്റന്റിനകത്ത് W കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ പറഞ്ഞിരുന്നു. എന്തുവായിരുന്നു? W1 to 2 is equal to എന്തുവായിരുന്നു? സിമ്പിൾ ഇക്വേഷൻസ് പറഞ്ഞാൽ മതി. രണ്ട് ഇക്വേഷൻ ഞാൻ പറഞ്ഞായിരുന്നു. സിമ്പിൾ ഇക്വേഷൻ P1 V1 മൈനസ് P2 V2 ഡിവൈഡ് ബൈ n-1. P1ന്റെ വാല്യൂ അറിയോ?
P1 ഇസിക്കൽ എത്ര 3 ബാറാ 3 ബാറിനെ പാസ്കലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്തൊരു 3 × 10⁵ പാസ്കൽ ചെയ്താലോ ഏതോ ഓക്കെ P2 അറിയത്തില്ലല്ലോ ഇല്ല V1 അറിയാമല്ലോ 0.1 മീറ്റർ ക്യൂബ് V2 അറിയാമല്ലോ എത്ര 0.2. അപ്പോൾ P2ൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും എൻ്റെ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് PV റേസ് ടു എന്താ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് PV റേസ് ടു നിങ്ങൾ ചിന്തിക്കാത്ത എന്താ പിള്ളേരെ നിങ്ങൾ ചിന്തിക്കുക ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച പ്രോബ്ലം ഇതിനകത്ത് വരുന്നുണ്ട് P1 ഉണ്ട് P2 ഇല്ല V1 ഉണ്ട് V2 ഇല്ല P2 എങ്ങനെ കണ്ടുപിടിക്കും തന്നിരിക്കുന്നത് PV റേസ് ടു 1.5 ഇസിക്കൽ ടു കോൺസ്റ്റന്റ് തന്നിട്ടുണ്ട് ഇതിനകത്തൊരു P2 എങ്ങനെ കണ്ടുപിടിക്കും കഴിഞ്ഞ പ്രോബ്ലം ഒന്ന് മറിച്ച് നോക്കിക്കേ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം P1 V1 raised to 1.5 P1 V1 raised to 1.5 ഇസിക്കൽ ടു P2 V2 raised to 1.5 ആണോ അതിനകത്ത് നമുക്ക് എന്ത് കിട്ടും P2 കിട്ടും ആ P2 എല്ലാം കൂടെ എടുത്ത് ഏതിനകത്ത് ഇട്ട് കൊടുക്കണം ഇതിനകത്താ പിള്ളേരെ ഇട്ട് കൊടുക്കണ്ടേ അതെടുത്തിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുക്കണം അപ്പൊ നമുക്ക് എന്ത് കിട്ടും അപ്പോൾ ചെയ്തേ deduce steady flow energy equation steady flow energy equation the short form ആണ് SFEE okay SFEE applied to a steam turbine നമ്മൾ ചെയ്തതല്ലേ നമ്മൾ ചെയ്തതാണോ ആണോ നമ്മൾ സ്റ്റഡി ഫ്ലോ ഇക്വേഷൻസ് ഡെറൈവ് ചെയ്യുക അതിന് ശേഷം സ്റ്റീം ടർബൈൻ്റെ കേസ് നമ്മൾ പഠിച്ചോ ഇല്ലേ അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ മറ്റേ നമ്മുടെ ഏത് ഇക്വേഷൻ ഡെറൈവ് ചെയ്യണം W1 into H1 plus V1 square by 2 plus Z1 into Z1 plus dq by dx is equal to dx അല്ല d tau is equal to W2 into H2 plus V2 square by H1 plus Z2 dW x divided by d tau ആണോ ഈ ഇക്വേഷനെ ഡിറൈവ് ചെയ്തതിന് ശേഷം നമ്മൾ ടർബൈൻ്റെ ഫിഗർ വരയ്ക്കണം വരച്ചു അതിനകത്ത് ടർബൈൻ എന്താണ് വെൽ ഇൻസുലേറ്റഡ് ആണ് ആണോ ടർബൈൻ എങ്ങനെയാണ് വെൽ ഇൻസുലേറ്റഡ് അല്ലേ ആണോ
പിന്നെ എന്തൊക്കെ കേസുകളായിരുന്നു പറഞ്ഞത് ടർബൈൻ്റെ? വെൽ ഇൻസുലേറ്റഡ് ആണ് dQ/d2 = 0. പിന്നെന്താ പറഞ്ഞത്? Z1 = Z2. പിന്നെന്താ പറഞ്ഞത്? Z1 = Z2. പിന്നെന്താണ്? കൈനറ്റിക് എനർജി ഡെൽറ്റ K എനർജി = 0. ഡെൽറ്റ പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് = 0 ആണോ? പിന്നെ W1 = W2 ആണോ? ഇത്രയാണോ പറഞ്ഞേ? ആണോ? യെസ് ഓർ നോ? അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടും? H1 = H2 + dWx/d2 കിട്ടും. എങ്ങനെ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇങ്ങനെ എഴുതാൻ പറ്റുമോ? അല്ലെങ്കിൽ H1 - H2 = dWx/d2. അപ്പോൾ നിങ്ങൾ ഇത്രയും ചെയ്യണം. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഡ്യൂസ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ അപ്ലൈഡ് ടു സ്റ്റീം ടർബൈൻ. ആണോ? ചെയ്യാമല്ലോ. അത് ചെയ്യാനുള്ള സ്പേസ് വിട്ടേക്കണം. ആ ഡെറിവേഷൻ അവിടെ നിന്ന് നിങ്ങൾ ഓൾറെഡി ചെയ്തതാണ് എങ്കിൽ തന്നെയും ഈ ക്വസ്റ്റ്യൻ്റെ അടിയിൽ ഒന്ന് എഴുതാനുള്ള ഒരു 1.5 പേജ് വിട്ടേരും. 1.5 പേജ് 2 പേജ് വിട്ടേക്ക് കേട്ടോ. 2 പേജ് വിട്ടിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കൂ. അപ്പോൾ ഇത് എഴുതിക്കോണോ അതിൻ്റെ ഇടയ്ക്ക് കേട്ടോ? ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഏത് വേണമെങ്കിൽ ചോദിക്കാം. ഡെഡ്യൂസ് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഫോർ നോസിൽ, അല്ലെങ്കിൽ ഡിഫ്യൂസർ, അല്ലെങ്കിൽ കംപ്രസർ, ടർബൈൻ, ത്രോട്ടിലിംഗ് ഡിവൈസ്, ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കൂ. 10 kilogram of air per minute. 10 kilogram of air per minute is delivered by a centrifugal compressor, air compressor. The inlet and outlet conditions are velocity is equal to 12 meter per second, pressure is equal to 1 bar, and volume is equal to 0.5 meter cube per kilogram. Outlet velocity is equal to outlet velocity is equal to outlet velocity ഞാൻ പറയാമേ. ഔട്ട് വെലോസിറ്റി ഞാൻ പറയാം. ഓക്കെ. ഔട്ട് വെലോസിറ്റി ഈസ് ഈക്വൽ ടു, അത് ഗ്യാപ്പ് ഇടുക. അതിൻ്റെ കൂടെ തന്നെ പ്രഷർ P2 ഈസ് ഈക്വൽ ടു 8 ബാർ. ദെൻ വോളിയം V2 ഈസ് ഈക്വൽ ടു 0.15 meter cube per kilogram. The increase in enthalpy of air passing through compressor is എഴുതുന്നുണ്ടോ? Increase in enthalpy of air passing through compressor is 250 kilojoule per kilogram. Heat loss to the surrounding 900 kilojoule per minute. Find
motor power required to drive the compressor ratio of inlet to outlet pipe diameter ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് V2 ഞാൻ V2ൻ്റെ വാല്യൂ ഞാൻ ഇപ്പോൾ പറഞ്ഞു തരാം. ഇപ്പോൾ ഇത്ര എഴുതിയോ? ഒരു സെക്കൻഡ്, ഞാൻ V2ൻ്റെ വാല്യൂ നോക്കിക്കോട്ടെ. സമയം 11:50 വരെ അല്ലേ? അതെ സാർ. Velocity V2 90 meter per second. Okay, 90 meter per second. Question എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ? ഒരു കാര്യം കൂടെ ഉണ്ട്. Assume that inlet and outlet discharge lines are 1.5 meter height difference. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞോ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഞാൻ അടുത്ത തിങ്കളാഴ്ച മുതൽ മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യും. അപ്പം മൊഡ്യൂൾ 2-നകത്തുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്താലും തീരാത്ത അത്രയും പ്രോബ്ലംസ് ഉണ്ട്. എല്ലാം കൂടെ ചെയ്യിപ്പിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ക്വസ്റ്റ്യൻസ് അസൈൻമെൻ്റായിട്ട് തരും.
കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് ലിൻവേസിനകത്ത് ഗ്രൂപ്പിനകത്ത് ഞാൻ തന്നെ വർക്കൗട്ട് ചെയ്ത് ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്യും. അതുകൂടാതെ കുറച്ച് സിമിലർ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ട് തരും. അപ്പോൾ അത് നിങ്ങൾ അങ്ങനെ മാത്രമേ നമുക്ക് ഫുള്ള് പ്രോബ്ലംസ് ചെയ്ത് തീർക്കാൻ പറ്റത്തുള്ളൂ. അല്ല ഞാനിങ്ങനെ എല്ലാം ഒന്ന് ചെയ്യിപ്പിച്ച് നമുക്ക് തീർക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഈ ചെയ്യിപ്പിക്കുന്നതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെ ഞാനത് വർക്കൗട്ട് ചെയ്ത് അപ്പോൾ ഇത്രയും പഠിച്ച ബേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രോബ്ലം നോക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ് ഇനിയുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാം ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മൺഡേ നമ്മൾ പുതിയ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. ഇത് നോക്കിയിട്ട് നമുക്ക് 5 മിനിറ്റ് ഉണ്ട്, നമുക്ക് പറഞ്ഞ് നിർത്താം. ഇതിനകത്ത് എന്തോ പറഞ്ഞേക്കുന്നത് ഒരു ടർബൈനാണോ കംപ്രസറാണോ? എന്താ ടർബൈനാണോ കംപ്രസറാണോ? ഓക്കെ, കംപ്രസർ. അപ്പോൾ അതിൻ്റെ കണ്ടീഷൻസ് എല്ലാം ഒന്ന് പറഞ്ഞു. എന്തൊക്കെ കണ്ടീഷൻസ് തന്നിട്ടുള്ളത്? W1 is equal to W1 is equal to W2 is equal to എത്ര? എത്ര പറ? 10 kilogram per minute. 10 കിലോഗ്രാം മിനിറ്റ് ആണ്. ശ്രദ്ധിച്ചോണേ, ഇപ്പോൾ നമ്മൾ മിനിറ്റിനെ ഇവിടെ വെച്ച് തന്നെ കൺവേർട്ട് ചെയ്തേക്കാം. 10 കിലോഗ്രാം ഡിവൈഡ് ബൈ മിനിറ്റ്. ഒരു മിനിറ്റ് എത്ര സെക്കൻഡാ? ഒരു മിനിറ്റ് എത്ര സെക്കൻഡാ? അപ്പോൾ 60 സെക്കൻഡ്. അപ്പോൾ 10/60 കിലോഗ്രാം പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി അടുത്ത് എന്ത് വന്നേക്കുന്നത്? ക്യാപിറ്റൽ V1 എത്രയാ? മീറ്റർ പെർ സെക്കൻഡ്. P1 is equal to 1 bar. 1 bar is equal to 10⁵ പാസ്കൽ അല്ലേ? ആണോ? 1 bar is equal to 10⁵ പാസ്കൽ അല്ലേ? ഓക്കെ, ആണോ? സ്പെസിഫിക് വോളിയം is equal to 0.5 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. അതുപോലെ തന്നെ ക്യാപിറ്റൽ V2 is equal to 90 മീറ്റർ പെർ സെക്കൻഡ്. പ്രഷർ P2 is equal to പ്രഷർ P2 എത്രയാണ്? 8 ബാർ അല്ലേ? 8 ബാർ is equal to 8 × 10⁵ പാസ്കൽ. പിന്നെ സ്പെസിഫിക് വോളിയം V2 is equal to 0.15 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. ആണോ? ഇനി എന്ത് വന്നേക്കുന്നത്? പിന്നെന്ത് വന്നേക്കുന്നത്? ഇൻക്രീസ് ഇൻ എൻതാൽപ്പി ഓഫ് ദി എയർ പാസിംഗ് ത്രൂ ദ കംപ്രസർ ഈസ് ഈക്വൽ ടു 250. അതായത് H2 - H1 ഈസ് ഈക്വൽ ടു എന്താണ്? H2 - H1 അല്ലേ? ഇൻക്രീസ് ഇൻ എൻതാൽപ്പി അല്ലേ? അപ്പോൾ H2 - H1 ഈക്വൽ ടു എന്താണ്? എത്ര? H2 - H1 എത്ര? ഇൻക്രീസ് ഇൻ എൻതാൽപ്പി. അപ്പോൾ H2 ആയിരിക്കും വലുത്. അപ്പോൾ H2 - H1 is equal to 250 കിലോ ജൂൾ പെർ കിലോഗ്രാം. ആണോ? ആണോ? ഓക്കെ, ആണല്ലോ. ഓക്കെ, ഇനി എന്തോ വന്നേക്കുന്നത്? ഹീറ്റ് ലോസ് ടു ദ സറൗണ്ടിങ്. അപ്പോൾ dQ/dm ആണോ dQ/dt ആണോ വന്നേക്കുന്നത്? ഹീറ്റ് ലോസ് ടു സറൗണ്ടിങ് എത്രയാ? ലോസ് ആകുമ്പോൾ മൈനസ് ആണോ പ്ലസ് ആണോ? -900 കിലോ ജൂൾ പെർ മിനിറ്റ് ആണ്. അതിന് നമുക്ക് എന്തൊരു കൺവേർട്ട് ചെയ്യണം? -900 × കിലോ ജൂൾ പെർ 60 സെക്കൻഡ് ആണോ? അപ്പോൾ നമുക്ക് എന്ത് പോയി? -900 / 60 കിലോ ജൂൾ പെർ സെക്കൻഡ് എന്ന് കിട്ടിയോ? നമുക്ക് എന്ത് കണ്ടുപിടിക്കണ്ടേ? ഫസ്റ്റ് വൺ എന്തോ കണ്ടുപിടിക്കണ്ടേ?
ഫസ്റ്റ് വൺ മോട്ടർ പവർ എന്ന് വെച്ചാൽ എന്താ dW/d τ കണ്ടുപിടിക്കണം. നമ്മുടെ ഫോർമുല എന്താണ്? W1 ഇൻറ്റു H1 പ്ലസ് V1² 2 പ്ലസ് Z1G പ്ലസ് dQ/d τ ഈസ് ഈക്വൽ ടു W2 ഇൻറ്റു H2 പ്ലസ് V2² 2G പ്ലസ് Z2G പ്ലസ് dW/d τ. ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഡിഫറൻസ് ഇൻ Z1 മൈനസ് Z2 എത്ര വന്നേക്കുന്നത്? Z1 മൈനസ് Z2 എത്ര വന്നേക്കുന്നത്? ഇല്ലറ്റ് ഡിസ്ചാർജ് ഇല്ലറ്റിൻ്റെ ഔട്ട്ലെറ്റിൻ്റെ ഹൈറ്റ് ഡിഫറൻസ് എത്ര വന്നേക്കുന്നത്? Z1 മൈനസ് Z2 എത്ര വന്നേക്കുന്നത്? എന്ത് വന്നേക്കുന്നത്? Z1 മൈനസ് എത്ര? 1.5 മീറ്റർ. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട ഏത് മാത്രമേ ഉള്ളൂ? കണ്ടുപിടിക്കേണ്ട എന്ത് മാത്രമേ ഉള്ളൂ? ഇത്. അപ്പം അതിനെ മാത്രം അവിടെ നിലനിർത്തിക്കൊണ്ട് ഇതിനെ എല്ലാം ഇപ്പുറത്ത് കൊണ്ടുവരും. അപ്പോൾ എന്ത് വരും? W1 ഇൻറ്റു H1 മൈനസ് H2 പ്ലസ് V1² V2 മൈനസ് V2² 2 പ്ലസ് Z1 മൈനസ് Z2 ഇൻറ്റു G പ്ലസ് dQ/d τ ഈസ് ഈക്വൽ ടു dW/d τ. ഇതിനകത്ത് dQ/d τ അറിയാം, Z1 മൈനസ് Z2 അറിയാം, V1 അറിയാം, V2 അറിയാം, H1 മൈനസ് H2 അല്ല, നമുക്ക് H2 മൈനസ് H1 അറിയാം, W അറിയാം. ഇതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ പവർ കിട്ടത്തില്ലേ? പവർ കിട്ടുമോ? പവർ കിട്ടുമോ? കിട്ടുമോ? ഇനി നമുക്ക് എന്ത് വേണ്ടത്? ഏരിയയുടെ റേഷ്യോ അല്ലേ, അതായത് ഇൻലെറ്റ് ടു ഔട്ട്ലെറ്റ് d1/d2 കണ്ടുപിടിക്കണം. ആണോ? അപ്പോൾ നമുക്കറിയാം W1 ഈക്വൽ ടു എന്തുവാ? A1 V1 ഡിവൈഡ് ബൈ സ്മോൾ v1. ആണോ? W1 ഈക്വൽ ടു A1 ഡിവൈഡ് ബൈ സ്മോൾ v1. W2 ഈക്വൽ ടു A2 V2 ബൈ സ്മോൾ v2. ആണോ? ഇതിനകത്തുനിന്ന് A1 കണ്ടുപിടിക്കാവോ? W1 അറിയാം, ക്യാപിറ്റൽ V1 അറിയാം, സ്മോൾ v1 അറിയാം. A1 കണ്ടുപിടിക്കാവോ? A1 കണ്ടുപിടിക്കാവോ? W1 അറിയാം, ക്യാപിറ്റൽ V1 അറിയാം, സ്മോൾ v1 അറിയാം. അപ്പോൾ A1 കണ്ടുപിടിക്കാവോ? ഇവിടെ തന്നെ W2 അറിയാം, ക്യാപിറ്റൽ V2 അറിയാം, സ്മോൾ v2 അറിയാം. അപ്പോൾ എനിക്ക് A2 കണ്ടുപിടിക്കാവോ? അപ്പോൾ d1/d2 റേഷ്യോ എന്ന് പറയുമ്പോൾ A1/A2 റേഷ്യോട് ഈക്വൽ ആയിരിക്കത്തില്ലേ? ഏരിയയുടെ റേഷ്യോട് ഈക്വൽ തന്നെ അല്ലേ ഡയമീറ്ററിൻ്റെ റേഷ്യോ? ആണല്ലോ. ആണേ. അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളെല്ലാവരും പോകാൻ ധൃതിയായിട്ടിരിക്കുമായിരിക്കും. ഓക്കെ, നിങ്ങൾ പൊക്കോ. ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് എൻ്റെ ഒരു അവർ ഉണ്ടല്ലോ, അടുത്ത അവർ